ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, +2 ക്ലാസ്സിലെ ഫുൾ പോയത്തിൻ്റെ സമ്മറിയാണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ. മാതൃഭൂമി എന്ന പാഠഭാഗം ഒഴികെ അത് സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു വീഡിയോയിലുണ്ട്, ചുരുക്കി തന്നിരിക്കുകയാണ്, സമ്മറിയാക്കി കേട്ടോ. ഇതുമെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി വേഗത്തിനാണ് അതിൻ്റെ ആശയം ചെറുതായി എഴുതിയത് കേട്ടോ. ഫുള്ളെ വായിച്ച് നോക്കുക. അങ്ങനെ പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് മറന്നു പോകത്തില്ല, പഠിച്ച് വെച്ചിരിക്കാം കേട്ടോ. മറന്നു പോകാതെ ശ്രദ്ധിക്കാം. നോക്കിയേ, ആദ്യത്തെ പാഠം ദോസ്തിയാണ് എഴുതിയിരിക്കുന്നത്. ആനന്ദ് ബക്ഷിയാണ് എഴുതിയത്. അദ്ദേഹത്തിൻ്റെ ഫിൽമി ഗീതമാണ് പാഠഭാഗം. നമ്മൾ പഠിച്ചതാണല്ലോ. എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ ആദ്യം എഴുതണം ആനന്ദ് ബക്ഷിയുടെയാണ് ദോസ്തി എന്ന പാഠഭാഗം എന്നെഴുതിയിട്ട് വേണം എഴുതാൻ. ഇത്രയും സമറി എഴുതാൻ കേട്ടോ. ഹം യഹ് ദോസ്തി നഹീം ചോടെങ്കെ, ഞങ്ങൾ ഈ ദോസ്തി ഫ്രണ്ട്ഷിപ്പെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. മർ ജായെ തോഫി തേരെ സാത്തെ കഫി നഹീം ചോടെങ്കി, മരിക്കേണ്ടി വന്നാലും നിൻ്റെ ആ ദോസ്തിയെ ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കില്ല. കഫി എന്ന് വെച്ചാൽ ഒരിക്കലും. ജീവൻ മേ മേരി ജീത്തെ തേരി ജീത്തെ, ജീവിതത്തിൽ എൻ്റെ വിജയം നിൻ്റെയും വിജയം. മേരി പരാജയ തേരി പരാജയ, എൻ്റെ പരാജയം നിൻ്റെയും പരാജയം. തേരാ ദുഃഖേ മേരെ ദുഃഖേ, നിൻ്റെ ദുഃഖം എൻ്റെയും ദുഃഖം. മേരി ജാൻ തേരി ജാൻ ഹേ, എൻ്റെ ജീവിതം നിൻ്റെയും ജീവനാണ്, അല്ല ജീവിതമാണ്. ഹമാരാ പ്യാർ സുദൃഢ ഹേ, ഞങ്ങളുടെ പ്യാർ സ്നേഹം സുദൃഢമാണ്. തെരലിയെ സബ്സെ ദുശ്മനി മോൾ ലൂങ്ക, തെരലിയെ നിനക്ക് വേണ്ടി എല്ലാവരെയും എല്ലാവരുടെയും ശത്രുത വിലയ്ക്ക് വാങ്ങാനും ഞാൻ തയ്യാർ തന്നെ ആണ്. ഹമാരി മിത്രത ബനായി രഖ്നെ കെ ലിയെ സബ് കഠിനായിയും സാമന കർണ, ഹമാരി മിത്രത നമ്മളുടെ മിത്രത ബനായി രഖ്നെ കെ ലിയെ നമ്മുടെ മിത്രത നിലനിൽക്കുവാൻ വേണ്ടി സപ്രകാർക്ക് എല്ലാ രീതിയിലുള്ള കഷ്ടപ്പാടുകളും സഹിക്കാൻ ഞാൻ തയ്യാറാവുകയും ചെയ്യുന്നു. സാരി ദുനിയാക്കോ, അത് മാത്രമല്ല സാരി ദുനിയാക്കോ ദുശ്മൻ ലേനേക്കോ മേൻ തയ്യാർ ഹും, സാരി ദുനിയ ലോകത്തിൻ്റെ ശത്രുത വിലയ്ക്ക് വാങ്ങാനും ഞാൻ തയ്യാറാവുകയും ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? നിൻ്റെ മിത്രതയ്ക്ക് വേണ്ടി. നോക്കിയേ, ലോകം കി നസർ മേ ഹം ദോ ഹേ, ജനങ്ങളുടെ ദൃഷ്ടിയിൽ നമ്മൾ രണ്ടാളാണ്. ലേക്കിൻ ഹം ഏക് ഹി ഹേ, എന്നാൽ നമ്മൾ ഒന്ന് തന്നെ ആണ്. ഈശ്വർ സേ ഹമാരി പ്രാർത്ഥന, ഈശ്വരനോട് നമ്മുടെയുള്ള പ്രാർത്ഥന ഒരിക്കലും എന്ത് ചെയ്യല്ലേ, ഫ്രണ്ട്ഷിപ്പ് കളയരുത് എന്നാണ്. ഞങ്ങളുടെ ഖാന പീന അവരെ ജീന മരണ, തീറ്റയും കൂടിയും ജീവിതവും മരണം അല്ലേ. ഫി ഏക് സാത്ത് ഹേ, ഒരുമിച്ച് തന്നെ ആയിരിക്കണം. ഹമാരി യഹ് ദോസ്തി സാരി ദുനിയ ബനി രഹീഗി, സാരി ദുനിയ എന്നൊക്കെ ഹമാരി ദോസ്തി, ഞങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ആറിസെ സാരി ദുനിയ ബനി രഹി ഹേ, സാരി ദുനിയ ലോകത്തിലെ എന്നും നിലനിൽക്കുകയും ചെയ്തിരിക്കണം അല്ലേ. എന്ത് നേടാൻ വേണ്ടി എന്ന് വെച്ചാൽ എന്നും നിലനിൽക്കുന്ന ഒന്നായിരിക്കണം ഈ ലോകത്തിലെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എന്നാണ് അദ്ദേഹം ആനന്ദ് ബക്ഷി ഇതിലൂടെ അറിയിച്ചത്. നോക്കി, അടുത്ത പാഠം കുമത് ഫൂൽ ബേച്ച്നെ വാലി ലടുക്കിയാണ് എഴുതിയത് ONV കുറുപ്പ്. എന്നൊക്കെ അത് ഡോക്ടർ എസ് തങ്കമണി അമ്മയാണ് അതിനെ അനുവാദം ചെയ്തത് അല്ലേ. അനുവാദ ലേഖിക എന്ന് ചോദിച്ചാൽ ഡോക്ടർ എസ് തങ്കമണി അമ്മ എഴുതിയത് ONV കുറുപ്പാണ് കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ പേരെ കാണുള്ളൂ, അത് പഠിക്കുക. കവിത നോക്കിയേ, പുരാനെ ദേവാലയക്കെ പാസേ കുമുദ് സരോവർ ഹേ, പുരാല എന്ന് വെച്ചാൽ പഴയ ദേവാലയത്തിൻ്റെ പാസ് അരികിലായി കുമുദ് ആമ്പൽപ്പൂവിൻ്റെ സരോവരം പൊയ്ക ഉണ്ട്. രാസ്തമേ പൂജാ ദ്രവ്യ ബേച്ചനെ വാലോം കെ ദൽ ഹേ, ദൽ എന്ന് വെച്ചാൽ കൂട്ടം, രാസ്ത എന്ന് വെച്ചാൽ വഴിയിലെ വിൽക്കുന്ന പൂജാദ്രവ്യങ്ങൾ ബേച്ചന വിറ്റഴിക്കപ്പെടുന്ന ദൽ കൂട്ടങ്ങളും ഉണ്ട്. മാർഗദർശിക്ക് തരഹെ ठंडलों के चौरों पर खिले श्वेत कुमुद फूल बेचने वाली लड़कियां मृदा सांब के समान कोने में खड़ी थी. നോക്കിയ മാർഗദർശിയെ പോലെ എന്ന് വെച്ചാൽ എന്താ, വഴികാട്ടികളെ പോലെ നീളമുള്ള തണ്ടുകളുടെ കിച്ചോരെന്ന് വെച്ചാൽ അഗ്രത്തെ അറ്റത്തെ വിരിഞ്ഞു നിൽക്കുന്ന വെളുത്ത ആമ്പൽ പൂക്കൾ അല്ലേ. അങ്ങനെയാ വെളുത്ത ശ്വേത എന്ന് വെച്ചാൽ വെളുപ്പാണ് കേട്ടോ. വെളുത്ത ആമ്പൽ പൂക്കൾ ബേച്ചിനെ വാലി വിൽക്കുന്ന പെൺകുട്ടികൾ, ലടുക്കികൾ എന്ന് വെച്ചാൽ പെൺകുട്ടികൾ. മൃദ സാമ്പക്ക് സമാൻ, ചത്ത നീർപ്പാമ്പുകൾക്ക് സമാനമായി കോനായി ഏതോ ഒരു മൂലഭാഗത്തിലെ കോർണറിൽ കടീധി എന്ന് വെച്ചാൽ നിൽക്കുന്നു. ഇങ്ങനെ പൂജാദ്രവ്യങ്ങൾ വിൽക്കുന്ന ആൾക്കാരെ കാണാം. അതിലൂടെ നമുക്ക് മറ്റൊരു കാഴ്ചയും കാണാമായിരുന്നു. ഈ പെൺകുട്ടികൾ ചത്ത നീർപ്പാമ്പുകളെ പോലെ അവരെന്ത് ചെയ്യുന്നു, ഏതോ കോർണറിൽ ഇങ്ങനെ നിൽക്കുന്നതായി കാണാം.
मेरी ओर बढ़ाते फूल है और इसे बेचने वाली लड़की दोनों सुंदर और सुकोमल रूपे मुरझाए रहे हाय. മേരി ഓർന്ന് വെച്ചാൽ കവിയുടെ നേർക്ക് ബെടാത്തെ നീട്ടിക്കൊണ്ടുള്ള പൂക്കൾ അല്ലേ. കവി ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നേർക്ക് നീട്ടിയ പൂവും ഉസെ ബേച്ചിനെ ബാലിയിലെടുക്കി അത് വെച്ചിഴിക്കപ്പെടുന്ന ആ പെൺകുട്ടിയും ദോനം രണ്ടുപേരും അതായത് ഫൂലും ലടുക്കിയും സുന്ദർ ആറ് സുകോമൾ രൂപേ ആ രണ്ട് സുന്ദരവും സുകോമളവുമായ രൂപങ്ങളെ മുർച്ചായി എന്ന് വെച്ചാൽ വാടിപ്പോയിക്കൊണ്ടേ ഇരിക്കുന്നു. कवि ने लड़की के हाथ में फूल के दाम से एक सिक्का रख दिया. കവി ലഡ്കിയുടെ ഹാത്ത് കയ്യിലെ ഫൂലിൻ്റെ ദാമായി വിലയായി ഒരു സിക്ക ഒരു നാണയം വച്ചു കൊടുത്തു. ഒരു ചോട്ടാസ സിക്ക അല്ലേ, പാടം ഓർമ്മയില്ലേ, വച്ചു കൊടുത്തു. ഹേ ഫൂലെ അല്ലയോ പൂവേ, ഈസെ ചോട്ടി ബഹൻ കെലിയെ അന്ന ഹേ, അല്ലയോ പൂവേ നീയെ ഈ ചെറിയ ബഹൻ സഹോദരിയുടെ എന്താണ് അന്നമാണ്. ഏക്ക് ബഹൻ കി ഫൂക്ക് മിഠാന ഇല്ലാതാക്കുക സെ ബെഡ്കറെ ക്യാ പുണ്യ ഹോ സക്താ ഹേ, ഒരു ചെറിയ സഹോദരിയുടെ എന്താണെന്നൊക്കെ ആ ഫൂക്ക് മിഠാന വിശപ്പ് ഇല്ലാതാക്കുന്നതിനേക്കാൾ എന്ത് പുണ്യമാണ് നേടേണ്ടത് അല്ലെ കിട്ടുന്നത്. തുച്ചെ ഭഗവാൻ പർ ചടാക്കറമേയും ഓരേ ക്യാ പുണ്യ പാവുങ്ക, തുച്ചെന്ന് വെച്ചാൽ നിന്നെയാ, അതായത് ആ പൂവിനെ ഭഗവാനെ അർപ്പിച്ച് ഞാൻ എന്ത് പുണ്യം നേടാനാണ് എന്നാണ് കവി ചോദിച്ചത്. ഉപാസകെ കാലിഹാത്തോം സെ ആരാധകൻ അല്ലെ ഭക്തനെ വെറും കയ്യോടെ മന്ദിർ കി ഓർ ചൽ ദേത്തെ ഹായും, മന്ദിരത്തിലേക്ക് നടന്നു നീങ്ങി. ഉൻകെ പീച്ചെ സെ മേരെ ഹാത്ത് സെ കി ആവാസെ ധീമി ഹോത്തി ജാതി ഹേ, അദ്ദേഹത്തിൻ്റെ പിറകിലെ എൻ്റെ കയ്യിൽ നിന്ന് എന്ന ആ ഒരു ശബ്ദം പതിയെ പതിയെ നേർത്ത് പോകുന്നതായി തോന്നി അല്ലെങ്കിൽ വന്നു. അതാണ് ആ പാഠഭാഗത്തിൻ്റെ സമ്മറി, അതാണ് കേട്ടോ. ഇത്രയും വായിച്ചു വയ്ക്കുക, അതിനകത്ത് നിന്നപ്പോൾ നിങ്ങൾക്ക് ശരിക്കും എഴുതാൻ കഴിയും. ഇനി അടുത്ത പോയം നോക്കിയേ. ആത്മിക ചേഹരയാണ്, കുംവർ നാരായണാണ് എഴുതിയത്. അദ്ദേഹത്തിൻ്റെ കവിതയാണ് കുംവർ നാരായൺ കേട്ടോ. അദ്ദേഹത്തിൻ്റെ കവിതയാണ് ആത്മിക ചേഹര. നോക്കിയതും എഴുതുമ്പോൾ അറിയാമല്ലോ കവിയെക്കുറിച്ചും ആ പാഠം കൂടെ ക്രോഡീകരിച്ച് വേണം ആദ്യത്തെ ലൈൻ എഴുതാനേ. നോക്കിയേ എൻ്റെ സമരം നോക്കിയേ. യാത്രാക്കോ നിഗലിനെ കവിനെ കൂലിക്കോ പുക്കാരാത്തോ ഏകാത്മി സാമിനെ കടാ ഹുവ, യാത്രയ്ക്ക് പുറപ്പെട്ടപ്പോൾ കവി കൂലി കോ എന്ന പുക്കാരെ, കൂലി എന്ന് വിളിച്ചപ്പോൾ ഏകാത്മി ഒരു മനുഷ്യൻ സാമിനെ കടാ ഹുവ അരികിൽ വന്ന് നിന്നു. പക സാമാൻ ലേക്കർ ആകെ ചലനെ ലഗെ, അയാൾ സാധനങ്ങൾ എടുത്തുകൊണ്ട് ആകെ ചലനെ ലഗ, മുന്നേ നടക്കുവാൻ തുടങ്ങി. കവിനെ കൂലി സെ 10 കദം പീച്ചെ ചലത്തെ ഥേ, കവി കൂലിയിൽ നിന്നും 10 കദം 10 ചുവട് പീച്ചെ പിറകിലാണ് നടന്നത്. സ്വാഭിമാനിയായ കവി അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കാൻ ഉദ്ദേശിച്ചില്ല. അതുകൊണ്ട് കവി ആ കൂലിയിൽ നിന്നും 10 അടി പിറകിലാണ് നടന്നത്. ഹർ യാത്രാമേം യഹ് ക്രം ഹോത്തത, ഓരോ യാത്രകളിലും ഈ ഒരു ക്രമം തന്നെ ആയിരുന്നു. ഉൻ യാത്രാവുമേ കവിനെ കൂലിക്കോ ചേഹര പകച്ചാൻ നഹിഹേ, ആ യാത്രകളിൽ ഒന്ന് തന്നെ കവിക്ക് കൂലിയുടെ ചേഹര മുഖം പകച്ചാന തിരിച്ചറിയുക നഹിഹെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ആ യാത്രകളിലുടനീളം കവിക്ക് ആ കൂലിയുടെ മുഖം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കേവലം ഉസ്കെ ലാല് കുർത്തെ ചുവന്ന ഷർട്ട്, ആ കുർത്ത വെച്ച ഷർട്ട് ലാന്ന് വെച്ചാൽ ചുവപ്പ്, അതിൽ ടങ്കെ തൂക്കിയിട്ടിരിക്കുന്ന നമ്പർ മാത്രമേ പകച്ചാൻ ദദ തിരിച്ചറിയുകയും ചെയ്യുള്ളായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ മുഖം അറിയില്ല, അദ്ദേഹത്തിൻ്റെ ആ ചുവന്ന ഷർട്ടിൽ തൂക്കിയിട്ടിരിക്കുന്ന ആ നമ്പർ മാത്രമേ കവിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞുള്ളൂ. അബ് ജീവൻ കി പഹലി ബാറെ, അബ് ഇപ്പോൾ ജീവിതത്തിൻ്റെ ആദ്യ പ്രാവശ്യം എന്ന് വെച്ചാൽ ജീവിതത്തിൽ ആദ്യമായി അപ്പനാ സാമാൻ കുതു ഉടാനൊക്കെ അവസർ ആയാത്തോ, അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ സക്കുതെന്ന് വെച്ചാൽ സ്വയം ചുമക്കാൻ ഒരു അവസരം വന്നപ്പോൾ സാമാൻ ധോനേക്ക പ്രയാസെ പകച്ചാൻ ലിയാഹെ, സാധനങ്ങൾ ധോന ചുമക്കുന്നതിൻ്റെ പ്രയാസം അദ്ദേഹം പകച്ചാന തിരിച്ചറിയുകയും ചെയ്തു. അപ്പം ജീവിതത്തിലെ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ സ്വയം ഉടാനെ ചുമന്നപ്പോൾ അല്ലെങ്കിൽ ഉയർത്താനൊരവസരം അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ ആ സാധനങ്ങൾ ചുമക്കുന്ന ആ ഒരു പ്രയാസം എന്തെന്ന് കവി തിരിച്ചറിയുകയും ചെയ്തു. അതാണ് ആ പോയം കേട്ടോ. അടുത്ത ഒരു പോയം കൂടുണ്ട്, ഏതാ? സപ്നെ കാഫി ഹക്ക് നഹീം. ഡോക്ടർ ജെ ബാബു ആണ് കവിത എഴുതിയത് കേട്ടോ. ഓക്കെ, സ്വപ്നെ കാഫി ഹക്ക് നഹി, സ്വപ്നം കാണാനുള്ള അവകാശം പോലും ഇല്ലയോ എന്ന്. അതായത് സമൂഹത്തിലെ പാവപ്പെട്ട ആൾക്കാർക്ക് ജീവിതത്തിൽ സ്വപ്നം കാണാനുള്ള അവകാശം പോലും നിഷേധിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന സൂചനയാണ് അദ്ദേഹം ഇതിലൂടെ തന്നിരിക്കുന്നത്. ഓക്കെ, വായിച്ചു തരാം. ആദ്യം അറിയാമല്ലോ കവിയെക്കുറിച്ച് എഴുതണം, പാഠം കൂടെ ചേർത്ത് കേട്ടോ.
एक गरीब मजदूरन रात के समय अपने एक कमरे वाली चौंपड़ी में अपनी मन की दीवार पर एक विशाल घर की रूपरेखा बनाती है. एक गरीബ് എന്ന് വെച്ചാൽ പാവപ്പെട്ട മസ്തൂരൻ, തൊഴിലാളി സ്ത്രീ. രാത്രി സമയത്തെ അവരുടെ ഏക്ക് കമരവാരി ഒരു മുറിയുള്ള ചാമ്പടിമേം കുടിലിലെ അവരുടെ മനസ്സാകുന്ന ഭിത്തിയിലെ വിശാലമാകുന്ന വീടിൻ്റെ രൂപരേഖ പ്ലാൻ തയ്യാറാക്കി. കുട്ടികൾ ഉറങ്ങിയതിന് ശേഷമാണ് പാഠഭാഗം ഓർമ്മയില്ലേ. ഖാനെ പീനെ സോനെ കെലിയെ, ഖാനാ പീന തിന്നാനും കുടിക്കാനും ഉറങ്ങാനും വേണ്ടിയും, കമരെന്ന് വെച്ചാൽ മുറികളുണ്ട്, തിന്നാനും കുടിക്കാനും ഉറങ്ങാനും വേണ്ടിയുള്ള കമരകൾ. രസോയി എന്ന് വെച്ചാൽ അടുക്കള, ബൈഠ എന്ന് വെച്ചാൽ സ്വീകരണ മുറി. കെ പാസ് ഹോത്തി തോ പൂജ കെ കമരെ കഹാം ഹോഗ. രസോയി അടുക്കള സ്വീകരണ മുറിയുടെ പാസ് അടുത്തേലെ അരികിലാണെങ്കിൽ പൂജയുടെ കമര, പൂജാക്ക കമര എന്ന് വെച്ചാൽ പൂജാമുറി, കഹാ ഹോഗ എവിടെ നിർമ്മിക്കും എന്ന്. ऊपर की मंजिल में भगवान को बिठाने तो सारी समस्या ओम दूर हुई. ഊപ്പർ എന്ന് വെച്ചാൽ മുകളിലത്തെ മൻസിൽ എന്ന് വെച്ചാൽ നിലയിലെ ഭഗവാനെ ഇരുത്തിയാൽ എല്ലാ സമസ്യ പ്രശ്നങ്ങളും ദൂരീകരിക്കുകയും ചെയ്യും. മുകളിൽ ഈശ്വരനെ ഇരുത്തുവാണെങ്കിൽ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കാൻ കഴിയും എന്ന സ്ത്രീ ഓർക്കുന്നു. कांक्रीट की छत के नीचे रंग की दीवारों के मध्य में खिड़कियाँ दरवाजे रख दिए. കോൺക്രീറ്റ് ചതെന്ന് വെച്ചാൽ മേൽക്കൂര. കോൺക്രീറ്റിൻ്റെ മേൽക്കൂരയ്ക്ക് നീച്ചെ താഴെ രംഗോങ്കി ദീവാർ നിറങ്ങളുള്ള രംഗെന്ന് വെച്ചാൽ നിറമുള്ള ഭിത്തികളും അതിൻ്റെ മധ്യഭാഗത്തായി കിടക്കികളെന്ന് വെച്ചാൽ ജനാലുകളും ദർവാസെ വാതിലുകളും വച്ചു. സംഗമർമർ കി ചമക്കത്തി സെമീൻ പറെ. സംഗമർമർ മാർബിൾ, ചമക്കിന തിളങ്ങുന്ന സെമീൻ, അതായത് സംഗമർമർ ഉള്ള സെമീൻ ആ തിളക്കമുള്ള തറയിലെ മേശയും കുർസിയാം കസേരയും TV, ഹോം തിയേറ്റർ മുതലായവ എന്ത് ചെയ്യുന്നു? ശോഭ രഹേ ശോഭ നൽകിക്കൊണ്ടിരിക്കുന്നു. ഗ്രാനൈറ്റ് സേ ചമക്കത്തി രസോയിമേം, ഗ്രാനൈറ്റ് ഇട്ട തിളങ്ങുന്ന അടുക്കളയിൽ. ഫ്രിഡ്ജ് और മൈക്രോവേവ് സേ സോഫ ബെഡ് രഹേ, ഫ്രിഡ്ജും മൈക്രോവേവും എന്ത് ചെയ്യുന്നു? സോഫ ബെഡിന ഉയർത്തിക്കൊണ്ടേ ഇരിക്കുന്നു. മസഹരി സുരക്ഷാമേം, മസഹരി കൊതുക് വല കേട്ടോ, അതിൻ്റെ സുരക്ഷയിൽ. സെമീൻ പർ ധൂബ് ഫൈലിനെ തക്കെ നീന്ത് മേം പടി. മസഹരി സുരക്ഷയിലെ സെമീൻ തറയിലേക്ക് ധൂബ് വെയിൽ വ്യാപിക്കുന്നത് തക്ക് എന്ന് വെച്ചാൽ വരെ, ആ വെയിൽ വ്യാപിക്കുന്നത് വരെ നീന്തുമേം പടി ഉറക്കത്തിലേക്ക് വീണു. അതായത് വെയിൽ വരുന്നത് വരെ അദ്ദേഹം അവിടെ കിടന്നുറങ്ങുകയായിരുന്നു. നിദ്ര ജാഗിനേക്ക് പകലെ, ആ ഉറക്കത്തിൽ കണ്ട സ്വപ്നമാണ് ഇത് കേട്ടോ. നിദ്ര എന്ന് വെച്ചാൽ ഉറക്കം, ജാഗിന ഉണരുക എന്ന വാക്കാണ്. ഉണരുന്നതിന് പകലെ മുൻപേ ബാങ്ക് की നോട്ടീസ് ആ ധമക്കി और उनका സ്വപ്ന टूट गया. നിദ്ര ഉണരുന്നതിന് മുമ്പ് തന്നെ ബാങ്കിലെ നോട്ടീസ് വന്ന് അവരെ എന്ത് ചെയ്തു? ധമക്കിന ഭീഷണിപ്പെടുത്തുകയും അവരുടെ സ്വപ്നം ടൂട്ടിന പൊട്ടിപ്പോവുകയും ചെയ്തു. എന്നുവെച്ചാൽ അവർ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. അതോടെ അവരുടെ സ്വപ്നം അവസാനിച്ചു, വീടിൻ്റെ പ്ലാനും പോയി അല്ലേ. അതാണ് എന്താ വെച്ചാൽ പാവപ്പെട്ട സ്ത്രീകൾക്ക് സ്വപ്നം കാണാനുള്ള അവകാശമില്ല. ആ സ്വപ്നത്തിൽ പോലും ബാങ്കിലെ നോട്ടീസ് വന്നവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന്. അതാണ് അടുത്ത പോയം കേട്ടോ. അങ്ങനെ 4 പോയത്തിൻ്റെ സമ്മറിയാണ് നമ്മളിപ്പോൾ പഠിച്ചത് കേട്ടോ. നമ്മുടെ ഏതായിരുന്നു? മാതൃഭൂമി സെപ്പറേറ്റ് തന്നിട്ടുണ്ട്, ബാക്കിയെല്ലാം പോയം ഇതിനകത്തുണ്ട്. നിങ്ങളുടെ വേഗത്തിന് വേണ്ടി എല്ലാം കൂടെ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടത് കേട്ടോ. ഓക്കെ, എല്ലാവരും കാണണം. ഒക്കുന്നതിനെല്ലാം കംപ്ലീറ്റ് കുട്ടികളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കുഞ്ഞുങ്ങൾക്ക്, ബാക്കി കുഞ്ഞുങ്ങൾക്കൂടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അടുത്ത ക്ലാസ്സിലെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ സാരാംശം ചുരുക്കിയിടാം. ഓക്കെ.